അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഞാൻ സഫീർ കമ്മന്നാനി, പനൂർ. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും സ്നേഹസാഗരത്തിലേക്ക് ഒരു പിതാവിനെയും ഒരു മാതാവിനെയും കൊണ്ടെത്തിച്ച നിമിഷത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്നും മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ മാതാപിതാക്കളെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സന്ദർഭത്തിൽ പൊതുപ്രവർത്തകനും കാരുണ്യ പ്രവർത്തകനുമായ സിദ്ദീഖ് മംഗലശ്ശേരി അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് പ്രകാരം അദ്ദേഹം നൗഷാദ് ബാക്കവി ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു. അത് പ്രകാരം അദ്ദേഹം ഈ രണ്ട് മാതാവിനെയും പിതാവിനെയും സ്നേഹസാഗരത്തിലേക്ക് ഇന്ന് കൊണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ഈ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കുടുംബത്തിന്റെ അംഗമായി മാറുകയാണ്. വല്ലാത്ത ദുഃഖത്തോടെ തന്നെയാണ് ആ ഉമ്മയെയും ഉപ്പയെയും ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. മക്കളൊക്കെയും ചില സാഹചര്യങ്ങളാൽ ഉപേക്ഷിച്ചു ആ ഈ മാതാപിതാക്കളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് നമുക്ക് തന്നെ വളരെ മാനസികമായി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷന്റെ പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സംരക്ഷിക്കാൻ മക്കൾ തയ്യാറാകാതെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ ഏറ്റെടുക്കണം, സ്നേഹസാഗരം ഏറ്റെടുക്കണമെന്ന CIയുടെ ലെറ്റർ. തുടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ല ആ ലെറ്ററിലും എഴുതിയിട്ടുണ്ട്, മക്കൾക്ക് നോക്കാൻ കഴിയാത്തതിനാൽ സ്നേഹസാഗരം ഏറ്റെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ വെളുത്തമണൽ മുസ്ലിം ജമാഅത്തിന്റെ ലെറ്ററും നമുക്ക് സ്നേഹസാഗരത്തിലെ ചെയർമാൻ നൗഷാദ് ബാക്കവിയിലേക്ക് എഴുതിയിരിക്കുന്നു. ഇവർക്ക് മക്കളുണ്ട്, ആ മക്കൾക്ക് ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച സിദ്ദീഖ് മംഗലശ്ശേരിയും ആന്റണി മരിയാൻ, അതുപോലെ തന്നെ നിഷാദ് ഉൾപ്പെടെയുള്ളവർ നാഥൻ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ, ഒരുപാട് രോഗങ്ങളോടെ പ്രയാസങ്ങളോട് കൂടിയാണ് ഇവർ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് സംരക്ഷിക്കാൻ കഴിയും വിധം ഞങ്ങളുടെ ഉമ്മയായി ഞങ്ങളുടെ ഉപ്പയായി ഞങ്ങൾ ചേർത്ത് പിടിക്കും. ഇത് സ്നേഹസാഗരത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന ഈ മാതാപിതാക്കളെ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അവർക്ക് വേണ്ടി ശേഷിച്ച കാലം ഞങ്ങളാൽ കഴിയുന്ന തെരുവനാക്കൾ ആക്രമിക്കാതെ അവർക്ക് സമയം കൃത്യമായി ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് ഞങ്ങളാൽ കഴിയുന്ന സംരക്ഷണം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി ഒരുപാട് ഫോൺ കോളുകൾ നമുക്ക് വന്നിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും. വിളിച്ച സഹോദരങ്ങൾക്കൊക്കെ നാഥൻ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നു മുതൽ ഞങ്ങളുടെ സ്നേഹസാഗരത്തിന്റെ കുടുംബമായി മാറുന്ന, ഒരുപക്ഷെ 13-ാം തീയതി സ്നേഹസാഗരത്തിന്റെ പുതിയ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ ഉമ്മയും ഉപ്പയും അവിടത്തെ ആ കുടുംബത്തിലെ പുതിയ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്നവരായി നാഥൻ തമ്പുരാൻ സ്വീകരിക്കട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെയും അർഹമായ പ്രതിഫലം നൽകട്ടെ. സ്നേഹസാഗരത്തിന്റെ രാജസാറും റാഷിദും ഒക്കെയുണ്ട്. എല്ലാവർക്കും അള്ളാഹു നന്മ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.